നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളും എല്ലാം ഏറ്റെടുത്ത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവത്തെക്കുറിച്ച്, ഒരു ദൃശ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. അതായത് പാലക്കാട് നിന്നാണ് ആ വീഡിയോ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു, പുറത്തിറങ്ങിയാൽ തീർത്ത് കളയും എന്നൊക്കെയുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിനകത്ത് ആ വീഡിയോ പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെയായി ഒട്ടേറെ പ്രതികരണങ്ങളുമെല്ലാം വരികയുണ്ടായി. അതിൽ പൊതുസമൂഹം അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായം ഉണ്ടായത് ആ വിദ്യാർത്ഥിക്ക് എതിരായിട്ടുള്ള ഒരു ഒരു കൊലവിളി പോലും അത്തരം വാർത്തകളുടെയോ അല്ലെങ്കിൽ വീഡിയോയുടെ അടിയിലൊക്കെ കാണാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് അധ്യാപകർ തന്നെയാണ്. അധ്യാപകർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. കാരണം ഒരു വിദ്യാർത്ഥി അവിടെ വന്ന് അത്തരത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയി പെരുമാറുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായ കെയർ അല്ലെങ്കിൽ കൗൺസിലിംഗ് അതല്ലെങ്കിൽ ബന്ധപ്പെട്ട നടപടികൾ എല്ലാം സ്വീകരിക്കേണ്ടത് ആ അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അതിന് പകരം ആ വിദ്യാർത്ഥിയെ ഒരു വീഡിയോ എടുക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചുകൂടി കൂടുതൽ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കട്ടയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിയെ കൂടുതൽ സമയം ആ കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്യിപ്പിക്കുകയും അനന്തരമായി ആ ഒരു നീണ്ട സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയും ചെയ്ത അധ്യാപകർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. നമുക്ക് പലവിധ സന്ദർഭങ്ങൾ അറിയാം. മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ച മാതാവ് മൊബൈൽ ഫോൺ നൽകിയില്ല എന്ന് പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്ത കുട്ടികൾ പോലും ഉള്ള ഒരു നാടാണ് ഇത്. അത്തരം കഥകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും കുട്ടികളെ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ്. ആ സംഭാഷണത്തിനിടയിൽ ഒരു സംഗതി, ഈ ഭീഷണിയുടെ ഒക്കെ ഇടയിൽ ആ ഒരു സംഗതി ആ കുട്ടി പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ വല്ലാതെ മാനസികമായി ടോർച്ചർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ ആ കുട്ടി നടത്തുന്നുണ്ട്. അത് എവിടെയും ചർച്ചയായില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. കാരണം ഒരു വിദ്യാർത്ഥി ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് അനിവാര്യമായ ഒരു സംഗതിയാണ്. അങ്ങനെ കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിച്ചതിന് തൊട്ടു പുറകെ ഇയാൾ ഇങ്ങനെ ഈ വിദ്യാർത്ഥി ഇങ്ങനെ പ്രകോപിതനായി പെരുമാറി എന്നാണ് അധ്യാപകരുടെ വേർഷൻ. ആയിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി അത്തരത്തിൽ പെരുമാറുമ്പോൾ അതിനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ കുട്ടി ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ ചൈൽഡ് ലൈൻ പോലെയുള്ള സംഗതികളുമായി ബന്ധപ്പെടുകയോ അതല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുമായൊക്കെ ബന്ധപ്പെട്ട് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയോ എല്ലാം ചെയ്യാവുന്നതാണ്. അതിന് പകരം ആ അധ്യാപകർ കാണിച്ചു കൂട്ടിയത് തികച്ചും ദൗർഭാഗ്യകരം എന്നുള്ളത് മാത്രമല്ല, നിയമപരമായി കൂടി പ്രായപൂർത്തിയാവാതെ ഒരു കുട്ടിയുടെ വീഡിയോ ചിത്രീകരിച്ച് പുറത്ത് പ്രസിദ്ധീകരിക്കുക, അതുവഴി ആ കുട്ടിയുടെ ഒരു ഭാവി തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു സമീപനമാണ് അവർ ചെയ്തത്. എന്തായാലും എല്ലാ അധ്യാപകരും അങ്ങനെ ദിവ്യന്മാരാണ്. അധ്യാപകർക്ക് വടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവും, അധ്യാപകർക്ക് വടി തിരികെ നൽകൂ, അധ്യാപകർക്ക് വടി കൊടുക്കാത്തതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെയുള്ള പലവിധ കമന്റുകളൊക്കെയാണ് അതിനിടയിൽ നിറയുന്നത്. എത്രത്തോളം പരിഹാസ്യമായ കാര്യമാണത് എന്ന് നോക്കൂ. ഒരു ക്ലാസ് റൂമിലുള്ള വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഒരു ക്ലാസ് റൂമിലുള്ള വിദ്യാർത്ഥികൾ, അവർ വിവിധ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന്, വിവിധ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ. അവിടെ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാതെ വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവാം. അവൻ മടി പിടിച്ചിട്ടാണ് ചെയ്യാത്തത് എന്ന് ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, കുട്ടിയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ പഠനത്തിലും പ്രതിഫലിക്കാൻ ഇടയുണ്ട്. എന്നാൽ പരമ്പരാഗതമായി നമ്മുടെ അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ പഠിക്കാത്ത കുട്ടികളെ മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച് ബുള്ളി ചെയ്യുക, തികച്ചും അൺപാർലമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരെ അഭിസംബോധന ചെയ്യുക, നിരന്തരം ക്ലാസ് റൂമുകളിലെ പരിഹാസ കഥാപാത്രമാക്കി അവരെ മാറ്റുക, അങ്ങനെ അവരെ പഠനത്തിൽ നിന്ന് തന്നെ അവരുടെ ഒരു ശ്രദ്ധയെ മാറ്റിക്കളയുക. ഇവിടെ ടോട്ടോ ചാനൊക്കെ വായിച്ച് വളരെ പുളകിതമായി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് വടി കൊടുക്കാനൊക്കെ ആവശ്യപ്പെടുന്നത്. ഇത് വളരെ പ്രതിലോമകരമായ അല്ലെങ്കിൽ ഒട്ടും ഗുണപരമല്ലാത്ത ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ്. ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ചില വിധികളിലൊക്കെ വധശിക്ഷയ്ക്ക് അനുകൂലമായിട്ടൊക്കെ ആർത്തലച്ച് വിളിച്ച അതേ സമൂഹം തന്നെയാണ് ഇവിടെ
ആ കുട്ടിയെ ശിക്ഷിക്കാനും ഒക്കെ പറയുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ആ കുട്ടിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവർ പോലീസിൽ പോയെന്നും പോലീസ് അതിൽ വ്യക്തമായ ഒരു കേസെടുക്കാനുള്ള നടപടികൾ അതിലില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ആ കുട്ടി ഒരു ക്ഷമാപണം നടത്താൻ തയ്യാറായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു ചെറിയ കുട്ടി മൊബൈൽ പിടിച്ചെടുത്തതിന്റെ പേരിൽ നടത്തുന്ന ചില പരാമർശങ്ങൾ അതിനെ കൊണ്ടുപോയി ഒരു വലിയ കുറ്റമായി അതിനെ കൊണ്ടുപോയി ജുവനൈൽ ഹോമിൽ അടക്കണം, ജയിലിൽ അടക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് സമൂഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അത്തരമൊരു സമൂഹത്തിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഖേദകരമാണ്. സമൂഹത്തിന് ഇത്തരമൊരു പ്രവണത കൊണ്ടുകൂടിയാണ് കേരളത്തിൽ നിന്നെല്ലാം യുവാക്കൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് നാടുവിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് നഗരങ്ങളിലേക്കും ഒക്കെ ചേക്കേറുന്നത് എന്നുകൂടി പറയാതിരിക്കാൻ വയ്യ. ഇനി മറ്റൊരു രീതിയിൽ കൂടി ഈ കാര്യത്തെ അവലോകനം ചെയ്തു നോക്കാം. അതായത് ആ കുട്ടി എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രകോപിതനായിട്ടുണ്ടാവുക എന്ന രീതിയിൽ ആരും ചിന്തിച്ചു കണ്ടിട്ടില്ല. ഈ ഗുരു ദൈവമാണ് എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമൊക്കെ നമ്മൾ പൊളിച്ചെഴുതി കഴിഞ്ഞു. അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അധ്യാപകരുടെ തെറ്റും കൃത്യമായി വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില അധ്യാപകരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. വളരെ മോശമായി കുട്ടികളെ ഡീൽ ചെയ്യുന്ന, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. അധ്യാപകരുടെ നിരന്തരമായ അവഹേളനം, പരിഹാസം, മർദ്ദനം ഇതൊക്കെ കൊണ്ട് പഠനം തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ആളുകളുടെ കഥകളൊക്കെ ഈ 70കളിലും 80കളിലും ഒക്കെ യഥേഷ്ടം കേൾക്കാൻ കഴിയും. അത്തരമൊരു കാലത്തിലേക്കുള്ള ആ മടങ്ങിപ്പോക്കിനാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ഇത്രയും ട്രോമകളൊക്കെയുള്ള ചൈൽഡ്ഹുഡ് കടന്നു വന്നിട്ടുള്ള ആളുകൾ തന്നെ ആഹ്വാനം ചെയ്യുന്നത് എന്നുള്ളത് ഭീതിജനകം കൂടിയാണ്. തീർച്ചയായും എല്ലാ അധ്യാപകരും ഒരുപോലെയാണ് എന്നല്ല പറയുന്നത്. ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിന്റെ തന്നെ തലയെഴുത്ത് മാറ്റാൻ കഴിയുന്ന അധ്യാപകരും ഒരുപാടുണ്ട്. ഇപ്പോൾ ഈയിടെ ഒരു വാർത്ത വന്നിരുന്നു രാജസ്ഥാനിൽ നിന്നും. ആ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. അവിടെ നന്നായി ബോൾ ചെയ്യുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ വീഡിയോ വൈറലാവുകയും അത് സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവർ അത് ഷെയർ ചെയ്യുകയും അനന്തരഫലമായി നിരവധി ആളുകൾ സ്പോൺസർഷിപ്പും ഒക്കെ ആയി വരികയും ആ കുട്ടിക്ക് പരിശീലനത്തിന് ചില IPL ടീമുകളൊക്കെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് അവിടെ സ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല. അഴിമതിയുടെ ഫലമായി സ്കൂളെല്ലാം കെട്ടിടമെടുത്തിട്ട് അതെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു. അതിൽ അന്വേഷണം നടത്താനൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതിവിടെ പറഞ്ഞതിന് കാരണം ഈ വീഡിയോ ആ പെൺകുട്ടി നന്നായി ബൗൾ ചെയ്യുന്നതിന്റെ വീഡിയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് പരിശീലനം നൽകിയിരുന്ന അവിടുത്തെ കായിക അധ്യാപകനാണ് ആ വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇടുകയും അത് വൈറലാവുകയും അങ്ങനെ ആ ഒരു കുട്ടിയുടെ മാത്രമല്ല ആ കുട്ടിക്കൊപ്പം കളിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ, ഒരു സ്കൂളിന്റെ, ഒരു ഗ്രാമത്തിന്റെ ഒക്കെ തലവര മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അത് വളരെ പോസിറ്റീവായി ഒരു അധ്യാപകൻ നടത്തിയ ഇടപെടലാണ്. ഇതും ഈ സമൂഹ കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി തന്നെ വൈറലായ ഒരു സംഗതി ആയതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും കുഞ്ഞുങ്ങൾ അവരെ കൃത്യമായി മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു സമൂഹം എന്ന രീതിയിൽ കൂടി നമ്മുടെ ബാധ്യതയാണ്. അതിനു പകരം അവരുടെ ചെറിയ ചെയ്തികളെ പോലും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ട് അവരെ അപമാനിച്ച് അതിന്റെ ഒരു തലവര തന്നെ മാറ്റിക്കളയുന്ന രീതിയിലേക്ക് പെരുമാറുന്നത് ഒട്ടും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു കാര്യമല്ല. എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കാം. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.